ഞങ്ങൾക്ക് ഒരിക്കൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു കൊച്ചു മകൻ 11 വയസ്സുള്ള ജോയൽ എന്ന് പറയുന്ന മകൻ പനി ബാധിച്ച് ന്യൂമോണിയായി തലച്ചോറി കയറി പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അവൻ്റെ കുടുംബം, അവൻ്റെ അപ്പൻ, അവർ 3 മക്കൾ, ഇവൻ മൂത്ത കൊച്ച്, താഴെ 2 അനുജന്മാരാണ്. ആ കൊച്ചിൻ്റെ അപ്പൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയതാണ്. ഇവൻ്റെ അമ്മ ദുബായിൽ നഴ്സസ് മിനിസ്ട്രിയിലൊക്കെ ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ബീന എന്ന് പറയുന്ന സഹോദരി. അങ്ങനെ ശക്തമായിട്ട് അവൾ ശുശ്രൂഷ ചെയ്യുന്നു. മക്കളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ മക്കൾക്ക് വേണ്ടി ഒരു വീടില്ല, വീട് പണിയാൻ വേണ്ടി അവളവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാം. എനിക്കറിയാം, ഈ നമ്മുടെ ശാലോം ടി വിയിൽ നഴ്സസ് മിനിസ്ട്രിയിലൊക്കെ നഴ്സസ് ടൈമിൽ വചനം പങ്കുവയ്ക്കുന്ന, ഒത്തിരി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മകളാണ് ഈ ബീന എന്ന് പറയുന്ന ആ സഹോദരി. ആ മകൾ ഇങ്ങനെ പോണ സമയത്ത്, ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് മൂത്ത മകന് ഞാൻ പറഞ്ഞില്ലേ ഈ അസുഖം വന്ന് ഇതാ അവസാനം മരണത്തോട് മല്ലടിച്ച് അവൻ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഈ മകള് എന്നെ വിളിച്ചിട്ട് അച്ഛാ, ജോയലിന് ജീവിക്കുമെന്ന് തോന്നുന്നില്ല, ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി യാതൊരു പ്രതീക്ഷയുമില്ല. ഒരു ദിവസം വൈകുന്നേരം ഡോക്ടേഴ്സ് അങ്ങനെ വിളിച്ച് പറയുകയും ചെയ്തു, ഇനി പ്രതീക്ഷിക്കേണ്ട, ഇന്ന് രാത്രി വിട്ട് പോകുമെന്ന് തോന്നുന്നില്ല, ഒരു മരുന്നും അവൻ്റെ ബോഡി സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്തോ എന്ന് പറയും, നിങ്ങൾക്ക് ചെയ്യാനോട് ചെയ്തോളാൻ പറയണം. അപ്പോൾ ബീന ഓർത്തു എന്താ കൊടുക്കുക എൻ്റെ കൊച്ചിന്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു. ഞാൻ ഓർക്കുക പ്രിയപ്പെട്ടവരെ, രാത്രി 12 മണിയായിട്ടുണ്ട്, അറിയപ്പെടുന്ന ഹോസ്പിറ്റലിൽ. അവിടെ ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ പയ്യനിങ്ങനെ 2 കൈയും 2 കാലും കട്ടിലിനോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ട്യൂബൊക്കെ അവൻ അബദ്ധാവസ്ഥയിൽ പറിച്ചു കളയും. ആ അവസ്ഥയിൽ കുറേ ട്യൂബുകളും മൂക്കിലും വായിലൊക്കെ ട്യൂബിട്ടേക്കാം. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ പയ്യൻ കിടക്കുക. ഞാൻ ഓർക്കുക, ഞാനവിടെ ചെന്ന് അവിടെ ചെന്നിട്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒറ്റ കാര്യം പ്രാർത്ഥിച്ചു, കർത്താവേ, നീ വന്നത് പാപത്തെ നീക്കാൻ, നീ വന്നത് മരണത്തെ പരാജയപ്പെടുത്താനാ, നീ മരിച്ചത് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാ. ഞാൻ പറഞ്ഞു, യേശുവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിലും ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങയുടെ മരണത്തിന് ശക്തി ജീവന്റെ സമൃദ്ധിയായിട്ട് ഈ കുഞ്ഞിലേക്ക് നിറയട്ടെ. യേശുവേ, അങ്ങ് പാപത്തെ നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ, അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ മോചിപ്പിച്ച മരണത്തിന്റെ അപരിമേയമായ ശക്തി ഈ കുഞ്ഞിൽ ഇപ്പോൾ നിറയട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശക്തി. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ മേൽ കുരിശിന്റെ മുദ്ര വെച്ചു. കൊച്ചിനെ ഞാൻ കർത്താവിൻ്റെ കുരിശിന്റെ സംരക്ഷണത്തിന് സമർപ്പിച്ചു. കർത്താവിന് തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ അവിടുന്ന് പോന്നു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം ഈ ബീനെ വിളിച്ചിട്ട് പറയാ, രാത്രി ഏതോ ഒരു സമയത്ത് നഴ്സുമാർ മാറിപ്പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എല്ലാ ട്യൂബുകളും ഇവൻ്റെ മേൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ഇവൻ്റെ കൈയും കാലം കെട്ടപ്പെട്ട് തന്നെ കിടക്കുന്നു. എല്ലാ ട്യൂബുകളും പറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അത്ഭുതകരമായ ദൈവത്തിൻ്റെ ശക്തിയും അവിടെ അവനിൽ നിറഞ്ഞു. ഇന്നലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവർ കാണാൻ വേണ്ടി വന്നു. അവള് നാട്ടിലെ വെക്കേഷൻ വന്നപ്പോൾ ആ 2 മക്കളെ, ഒരു മകൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു, ബാക്കി 2 മക്കളെയും കൂട്ടിക്കൊണ്ട് ഇവർ പ്രാർത്ഥിക്കാം. ഈ ജോയിൽ മൂത്ത മകൻ ഇന്ന് അച്ഛനാവാൻ വേണ്ടി നടക്കും. അച്ഛനാകണം. ഇന്ന് അവൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. വളരെ മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വരിക, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അറിയുമ്പോൾ, അവിടുത്തെ മരണത്തിന്റെ ശക്തി നാം തിരിച്ചറിയുമ്പോൾ, ഏത് അവസ്ഥയിലും നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല. നീ പാപത്തിന്റെ പിടിയിലാണോ? നിന്റെ കുടുംബം തകർന്നിട്ടുണ്ടോ? നീ മ്ലേച്ഛ പാപത്തിന് അടിമയാണോ? നീ രോഗത്തിന്റെ പിടിയിലാണോ? സാമ്പത്തികമായി ഞെരുക്കത്തിലാണോ? ഒരു കാര്യം മാത്രം ചിന്തിക്കുക. ഞാൻ എപ്പോഴും പറയും, നിന്റെ കുടുംബത്തില്, ജീവിതത്തില്, പാരമ്പര്യത്തില് പാപത്തിന്റെ ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് തമ്പുരാന്റെ കാരുണ്യത്തിന്റെ കൂദാശയായ കുംഭസാരത്തിലൂടെ യാക്കോബിനെ പോലെ ആ ഉള്ള അവസ്ഥ ഉള്ള പോലെ ഏറ്റുപറഞ്ഞ് തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണ എന്നിലേക്കും നിന്നിലേക്കും കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും അതിസമർത്ഥമായിട്ട് അവിടുന്ന് നിറച്ച് ഒഴുക്കി നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി വിളിച്ച ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് ലാസറിന്റെ ശവകുടീരത്തിൽ കടന്നു വന്നിട്ട് ദൈവമായ കർത്താവ് അവരോട് പറയാ, കല്ലെടുത്ത് മാറ്റ്, അവന് ജീവൻ നൽകാൻ പോകുകയാ കർത്താവ്. പ്രിയപ്പെട്ടവരെ, മരിച്ച ലാസറിന് 4ാം ദിവസം എന്ന് പറഞ്ഞ ചീഞ്ഞ് ദുർഗന്ധം വമിച്ച് കിടക്കുന്ന അവസ്ഥയാ. ഈ അവസ്ഥയിൽ നിന്ന് ജീവൻ നൽകാൻ പോകുന്ന കർത്താവിന് ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞ മാറിപ്പോവില്ലേ? നമുക്കറിയാം. പക്ഷേ കല്ല് വച്ചത് മനുഷ്യരാണ്. ജീവൻ പോയത് മനുഷ്യന്റെ അനന്തരാവസ്ഥയില്ല. ജീവൻ തരാൻ ദൈവത്തിനെ പറ്റൂ. പക്ഷേ കല്ലെടുത്ത് വച്ചത് മനുഷ്യനാ. ആ കല്ലെടുത്ത് മാറ്റാൻ പറയാം.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കല്ല് എടുത്തു മാറ്റിയിട്ട് തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അപരിമയമായ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാ, അനുഗ്രഹം എന്നുള്ളത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല. അർഹതപ്പെട്ടവന് ദൈവം നൽകുന്ന ദാനമാണ് അനുഗ്രഹം. ഈ അർഹതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ദൈവമായ കർത്താവ് കൂദാശകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ കൂദാശകളൊക്കെയും ദൈവത്തിന്റെ പാപപരിഹാര ബലിയുടെ യോഗ്യതയിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിയുമ്പോണ്ടല്ലോ, ഞാൻ പറയും, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളൊക്കെ അടുപ്പിച്ച് കുമ്പസാരിക്കും, കുർബാനയിൽ സജീവമായി പങ്കെടുക്കും, പാപപരിഹാരം ബലിയർപ്പിക്കും, യേശുവിനെ സ്വന്തമാക്കും, ദിവ്യകാരുണ്യ സ്വീകരിക്കും. മാത്രമല്ല, കൂദാശകൾ വലിയ വിശുദ്ധിയോടെ ഒരുക്കത്തോടെ, ലോകത്തിന്റെ ആർഭാടത ഇല്ലാതെ, മദ്യമില്ലാതെ, വലിയ ആഘോഷമില്ലാതെ അതിന്റെ ചൈതന്യത്തിൽ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യും. അതുമാത്രമല്ല, കണ്ണി കണ്ടവന്റെ പിന്നാലെ എനിക്ക് ഏറ്റവും വലിയ വിഷമമാണ് നമ്മുടെ ക്രിസ്ത്യാനി പിള്ളേര്. ഞാൻ വീണ്ടും പറയാം, ക്രിസ്ത്യാനി പിള്ളേര് ദൈവത്തെ വിട്ട്, കൂദാശ വിട്ട്, പാരമ്പര്യം വിട്ട്, സഭ വിട്ട് ഇറങ്ങി. ഇന്ന് ഒത്തിരിയേറെ വേദനകൾ ഞാൻ കണ്ടിട്ട്, ഒത്തിരി നശിച്ചു പോയ കുടുംബങ്ങള്. പ്രിയപ്പെട്ടവരെ, കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കുക. കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. സഭ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കുക. അത് വിട്ടിട്ട് ഈ ലോകത്തിന്റെ നിയമത്തിന്റെ പിന്നാലെ ഇറങ്ങിപ്പോകാതിരിക്കുക. നമ്മുടെ കുടുംബത്തില്, പാരമ്പര്യത്തില് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വളർച്ചയില്ലെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. അതൊരു വളർച്ചയാണ്. കത്തോലിക്ക സഭയില് ദൈവം നമ്മെ എങ്ങനെ വളർത്തണേ? കൂദാശകളിലൂടെ അല്ലാതെ നമുക്ക് ആർക്കും വളരാൻ പറ്റില്ല. നോക്കിക്കോലിങ്ങ, നമുക്ക് വളരണമെങ്കിൽ കൂദാശകൾ കൂടിയേ തീരൂ. അത് ദൈവത്തിന്റെ കരുണയാണ്, അത് ദൈവത്തിന്റെ ശക്തിയാണ്, അത് ദൈവത്തിന്റെ സംരക്ഷണമാണ്. സഭയിൽ അതുപോലെ കൂദാശകൾ നമുക്ക് വേണ്ടി നിറച്ചു വച്ചിരിക്കുക. അതുകൊണ്ട് വളരണോ? ഈശോയോട് ചേർന്നൊന്ന് വളരണം. അതാണ് സ്നാപയോഹന്നാൻ ഈശോയെ നോക്കിയിട്ട് പറഞ്ഞില്ലേ, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ. കൂദാശകളിലൂടെ ദൈവത്തിന്റെ കൃപ തരുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് വളരണം. ഒരു ശാഖ എങ്ങനെ വളരുന്നേ? ചിന്തിച്ചേ, ശാഖ എങ്ങനെ വളരുന്നേ? അത് വളരും തോറും നീളും തോറും ഉയരും തോറും അത് അതിൻ്റെ തായ്തണ്ടിനോടുള്ള ബന്ധം ആഴപ്പെടുത്തി, ബലപ്പെടുത്തി, ഉറപ്പിച്ചിട്ടേ വളരത്തുള്ളൂ. പറഞ്ഞ ഉപമ ശ്രദ്ധിച്ചേ, അതുപോലെ വളരണ മക്കളെ നിങ്ങൾ എന്നില് ആഴപ്പെടുത്തിയ ബന്ധത്തിൽ. അതൊരു വലിയൊരു വളർച്ചയാണ്. നമുക്ക് ഓർത്ത് വയ്ക്കുക, ഉണ്ടായ ഒരു ബന്ധമുള്ളൂ ഈ ശാഖയ്ക്ക് ആ തായ്തണ്ടിനോട്. അത് വളർന്ന് ഉയരും തോറും എങ്കിലോ നോക്കിയേ, അത് ഉയർന്നുകൊണ്ടിരിക്കുക. ആ ഉണ്ടായ സമയത്തെ ബന്ധമുള്ളൂ, ആ സമയത്തും എന്ന് ഓർത്ത് വയ്ക്കേ, എന്ത് സംഭവിക്കും? അതല്പം കഴിയുമ്പോൾ അതിൻ്റെ ഭാരം താങ്ങാനാകാതെ ഉരിഞ്ഞ് താഴേക്ക് വീണ് പോകും. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി മക്കളെ ഞാൻ പറഞ്ഞില്ലേ, അനേകം ഗുണ്ടാ സംഘത്തിൽപ്പെട്ട മക്കള്, ഒത്തിരിയേറെ തകർന്ന കുടുംബങ്ങൾ, ദാമ്പത്യങ്ങൾ നശിച്ചു പോയ ദാമ്പത്യ ജീവിതങ്ങൾ, ബിസിനസ് തകർന്നു പോയ ജീവിതങ്ങൾ ഒത്തിരിയേറെ കണ്ടിട്ടുണ്ട്. ചോദിക്കുമ്പോഴൊക്കെ എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, കൃപയിൽ വളരണം. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം തകർന്ന് കേസും കൂട്ടായിട്ട് ഇന്ന് കോടതി കേസാ വന്നേക്കാണ്. സംഭവം എന്നറിയോ? അവിടെ 3 പെൺകുട്ടികളാണ്. ഇളയ മോള് ഒരു 10-60 ലക്ഷം രൂപ അവൾക്ക് എങ്ങനെയൊക്കെ അവളുടെ ജോലിയോ എന്തുകൊണ്ട് ബന്ധം 60 ലക്ഷം രൂപ ഉണ്ടെന്നും. അപ്പൊ ഇവളുടെ അപ്പൻ ചെറിയ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവര് ബാങ്കിൽ കൊണ്ടുവരുന്നേക്കാനും പലിശ ഇവിടെ കിട്ടും. അതുകൊണ്ട് ഈ 60 ലക്ഷം രൂപ ഈ മോള് അപ്പനെ വിശ്വസിച്ച് അപ്പനെ ഏൽപ്പിച്ചു, അപ്പനിലൂടെ പലിശയ്ക്ക് കൊടുക്കാൻ വേണ്ടി. ഇന്ന് എന്താ പറയാ, നമുക്കറിയാം, പലിശയ്ക്ക് കൊടുത്താൽ അറിയാലോ, മുഴുവൻ പോയി. എന്നിട്ട് അപ്പനെതിരെ മോള് കേസ് കൊടുത്തു. ഇന്ന് അപ്പനൊരു മോനും 3 പെൺകുട്ടികളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അപ്പനൊരു കേസ് കോടതി നടക്കുക. ഇന്ന് സഹോദര ബന്ധത്തിൽ വെറുപ്പ്, വൈരാഗ്യം, ഭിന്നത. ഞാൻ പറഞ്ഞ പൊന്ന് സഹോദരി, എന്നിട്ട് പ്രാർത്ഥിക്കാൻ വന്നേക്കാം. നമ്മൾ എന്താ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി? ദൈവ കൃപയില്ലാത്ത 10 പൈസ
നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. നീ 60 ലക്ഷം രൂപ ദൈവം 60 ലക്ഷം രൂപ കിട്ടി, അത് കൂടുതൽ ആർത്തി, കൃപയില്ലാത്ത പ്രവൃത്തി, പലിശ. ഞാൻ ചോദിച്ചു, ഈ പലിശയ്ക്ക് വാങ്ങിക്കിട്ട് പാവപ്പെട്ടവരല്ലേ, അവരെ കഴുത്തറുത്ത് പലിശ വാങ്ങിക്കുമ്പോൾ ശപിച്ചിട്ട തന്നെ പലിശ, കൃപയില്ലാത്ത പൈസ. ആ കുടുംബം നല്ല കാശുള്ള കുടുംബമായിരുന്നു, അത് നശിച്ച് കടം കയറി മുടിഞ്ഞ് ബാങ്കിൽ കുറെ സ്ഥലം ഇരിക്കണം. ഉള്ള സ്ഥലം ഈ പെണ്ണിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും കേസുമായിട്ട് നടക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നോക്കണം. കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞില്ലയോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഈ വചനം അനുസരിച്ച് ജീവിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഈ വാക്കുകൾ കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യൻ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചോ, എന്നാൽ അത് വീണില്ല. എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനമനുസരിച്ച്, ഈ വചനത്തിന്റെ പൂർണ്ണതയായ കുരിശുമരണം, ഈ വചനം മുഴുവൻ പ്രിയപ്പെട്ടവരെ കുരിശുമരണത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന വചനമാണ്. ആ മരണത്തിന്റെ ശക്തിയിലൂടെ ദൈവം തന്ന കൂദാശകൾ കാരുണ്യത്തിന്റെ സമൃദ്ധിയാണ്. ഈ കാരുണ്യത്തിന്റെ സമൃദ്ധിയാകുന്ന ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ ജീവിതം പടുത്തുയർത്തിയിട്ടുണ്ടോ ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇപ്പം ഞാൻ എൻ്റെ പൗരോഹിത്യ അനുഭവത്തിൽ നിന്ന് പറയാ, എൻ്റെ കൂടെ പഠിച്ചൊരു അച്ഛൻ്റെ, ഞങ്ങൾ ഒരുമിച്ച് അച്ഛന്മാരായതാ. എന്നുവെച്ചേട്ടൻ അച്ഛൻ അമേരിക്കയിൽ പഠിക്കാൻ പോയി, ഞാനിവിടെ ഈ ലോക്കൽ ശുശ്രൂഷകളായിട്ട് ഇങ്ങനെ പോവാ. അങ്ങനെ അദ്ദേഹം എന്നോട് ഇടയ്ക്ക് പറയും, എടാ ദേ നീ പുറത്തുനിന്ന് പഠിക്കാൻ നോക്ക്, അല്ല ഡിഗ്രി എടുക്കാൻ നോക്ക്, ഈ തിയോളജി വെച്ചുകൊണ്ടിരിക്കാണ്ട്. അപ്പം ഞാൻ പറയും, എന്തിനാടാ, അത്യാവശ്യമുള്ള ദൈവാനുഭവം ഉണ്ട്, ഇങ്ങനെയൊക്കെ പോയി. ഐ എം വെരി ഹാപ്പി. എന്തുമാട്ടെ ഈ മനുഷ്യൻ. അപ്പം ഞാൻ ഒരിക്കലും ഇത് വെക്കേഷൻ ഞാൻ ശ്രദ്ധിച്ചു, ഇവൻ്റെ കുർബാന അർപ്പണം ഒരു തീഷ്ണതയില്ല, താല്പര്യമില്ല. പെട്ടെന്ന് പോകും, ഒരു 10-15 മിനിറ്റ് കുർബാന ഇറങ്ങിപ്പോരും. അപ്പം ഞാൻ പറയും, ഒരു ദിവസം പറയും, എൻ്റെ കൂട്ടുകാരൻ ഞാൻ പറയാം, പൊന്നുമാനെ കുർബാനയ്ക്ക് നീ പ്രാധാന്യം കൊടുക്ക്, ബലിയർപ്പണത്തിന് പ്രാധാന്യം കൊടുക്ക്, ദൈവത്തോട് ചേർന്നിരിക്കാൻ പ്രാധാന്യം കൊടുക്ക്. അപ്പൊ അവനോട് പറയും, നീ ലോകം കണ്ടിട്ടില്ല എന്ന് പറയാനോട്. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ടിട്ടൊന്നും കാര്യമില്ല, കർത്താവിന്റെ കൃപ കിട്ടണ വഴിയാണ് അറിയണം. എന്തുമാട്ടെ ഈ മനുഷ്യൻ, ചുരുക്കി പറയാം, ഇന്ന് ആ മനുഷ്യൻ പൗരോഹിത്യത്തിലില്ല. പൗരോഹിത്യം വിട്ട് കല്യാണം കഴിച്ച് അമേരിക്കയിൽ തന്നെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു വരിക, ഇന്ന് കുടുംബത്തിലേക്ക് നോക്കിക്കോ, മക്കളിലേക്ക് നോക്കിക്കോ. കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, കുംഭസാരത്തിന് പ്രാധാന്യം കൊടുക്കാതെ, കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, കൂദാശ വിവാഹത്തിന്റെ കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഇന്ന് പല കുടുംബങ്ങളും പല മക്കളും ലോകത്തിനും ജഡത്തിന് പ്രാധാന്യം കൊടുത്തപ്പോ അതിന്റെ മേൽ പിശാച് കയറി വന്നു. കുടുംബങ്ങൾ തകർന്നു, പൗരോഹിത്യങ്ങൾ തകർന്നു, സമർപ്പണ ജീവിതങ്ങൾ തകർന്നു, മക്കൾ വഴിപിഴച്ചു പോയി. അപ്പോഴും ഓർക്കണേ, ആ കാരുണ്യം കടന്ന് നിലവിളിക്കുക, എനിക്ക് ദാഹിക്കുന്നു മക്കളെ. ഏതവസ്ഥയിലാണേലും ആ കരുണയിലേക്ക് തിരിഞ്ഞ്, കർത്താവേ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചങ്കുപൊട്ടി തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ മക്കളെ, മാതാപിതാക്കളെ, ഇന്നും ഏത് അവസ്ഥയിലും നമ്മെ അനുഗ്രഹിക്കുന്ന കാരുണ്യം നമുക്ക് വേണ്ടി നിലയില്ലാത്ത കടൽ പോലെ ഇതാ കർത്താവ് ഒഴുക്കുന്നുണ്ട് മക്കളെ. ആ കരുണയിലേക്ക് തിരിയുവാനുള്ള ആ ഒരു ആഹ്വാനമാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇവിടെ മുഴങ്ങുന്ന സ്വരം. ദൈവം കാരുണ്യവാനാണ്. പക്ഷെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തുറക്കണം നമ്മുടെ വാതിൽ. ഞാൻ ഓർക്കുക, തമ്പുരാൻ ഇന്നും നിലവിളിക്കുക, ചങ്കുപൊട്ടിക്കാർ ചില കേസുകളൊക്കെ മുമ്പിലിരിക്കുമ്പോൾ തമ്പുരാന്റെ മക്കള്, ദൈവത്തെ സ്വീകരിച്ച മക്കള്, കൂദാശ സ്വീകരിച്ച മക്കള്, മാമോയിസ സ്വീകരിച്ച മക്കള് യാതൊരു ചളിപ്പും ഒഴുപ്പില്ലാതെ കണ്ണി കണ്ടവന്റെ പിന്നാലെയും പാപത്തിനും മദ്യത്തിനും തെറ്റായ സ്നേഹബന്ധത്തിനും ഈ ജഡത്തെ മികച്ച പാപങ്ങൾക്കും വിട്ടുകൊടുത്ത് ജീവിക്കണ കാണുമ്പോ പ്രിയപ്പെട്ടവരെ, ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ അച്ഛൻ. ഞാൻ ഓർക്കുക, അതിനേക്കാൾ എൻ്റെ തമ്പുരാന്റെ കരച്ചിൽ എന്തുമാത്രമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ കരുണയിലേക്ക് തിരിയാനുള്ള വലിയൊരു വിളി കർത്താവ് നമുക്ക്. ഞാനറിയാം, ഞാൻ ഓർക്കുക, എൻ്റെ ഒരു കസിൻ കൊച്ചുണ്ട്, അവള് ഖത്തർ എയർവേസിൽ വലിയൊരു സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവള്
ഒരു ദൈവകൃപയിൽ ജീവിക്കണം. കൊച്ചെന്നറ എല്ലാ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവൾ വള്ളിപ്പോവും. അവിടെ ദോഹയിൽ നിത്യാരാധന ചാപ്പലിൽ പോയി മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കും. വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതുപോലെ പ്രാർത്ഥിക്കുന്ന കൊച്ചാണ്. എയർ ഹോസ്റ്റസ് എന്നൊക്കെ എയർ ഹോസ്റ്റസിൽ ഒരു ഉന്നതമായ അവസ്ഥയിൽ ഇവിടെ ഒത്തിരിയേറെ കൂട്ടുകാരന് ഇവരൊക്കെ പറയുന്നത് ചോദിക്കും. അവൾ ഒരു ദിവസം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവൾ വെക്കേഷൻ അവൾ പറയാണ്, അവളോട് കൂട്ടുകാരി അവൾ ചോദിക്കാണ്, നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറയും, ബോയ് ഫ്രണ്ടാ? എനിക്കെന്താ ബോയ് ഫ്രണ്ട്? ഇതുവരെ ബോയ് ഫ്രണ്ട് ഇല്ല. അവൾ പറയും, ഞാൻ എൻ്റെ ഈശോയുടെ മോളാ, എനിക്കെൻ്റെ ദൈവം, എനിക്കൊരു സമയമുണ്ട്, ഞാൻ തമ്പുരാൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം മോളാ. അപ്പോൾ ഇവർ ചോദിച്ചു പറയാം, അറിയോ വെർജിൻ, നീ കന്യകയാണോ? ഇവളോട് ചോദിക്കാണ്. ഇവള് പറഞ്ഞു, എൻ്റെ ചേട്ടച്ചാ എന്താ ചോദിക്കണവർ, ഞാൻ വെർജിനാണോന്ന്? എൻ്റെ ദൈവമേ, എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിൻ്റെ പരിശുദ്ധി അത് നിറയപ്പെടണം. ഈ ശരീരത്തിൽ അടുപ്പിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഈശോയുടെ കൂടെ ഇരുന്ന് മനുഷ്യമക്കൾ ജീവിക്കുമ്പോൾ വലിയ ദൈവശക്തി. അത് കഴിഞ്ഞ ദിവസം അവള് പറയാണ്, ഇവരൊക്കെ കൂടുമ്പോൾ ഇവളുണ്ടെങ്കിൽ പറയും, അവളൊരു നല്ല കൊച്ച, അവളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട, അവളുള്ളപ്പോഴും സംസാരിക്കണ്ട, കൂട്ടുകാർ പോയ പോക്കുണ്ടോ, അവളൊരു നല്ല കൊച്ച. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കണം, നമ്മൾ നല്ലതെന്ന് പറയാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന മക്കളെ കുറിച്ച് നല്ലതെന്ന് പറയത്തുള്ളൂ. നോക്കല്ലെങ്കിൽ ഈ ലോകത്തിന് സമ്പത്തുണ്ടാക്കി, ഈ ലോകത്തിന് ബന്ധങ്ങൾ ഉണ്ടാക്കി, ഈ ലോകത്ത് സുഖഭോഗങ്ങൾ നേടി, കൂദാശയില്ലാതെ, കുമ്പസാരമില്ലാതെ, കുർബാനയില്ലാതെ, എല്ലാ കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ച ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഒക്കെ നോക്കിക്കോ, അതൊക്കെ നശിച്ച് തകർന്നു പോയിട്ട് ഉള്ള ചരിത്രമേ ഉള്ളൂ. ചരിത്രം പഠിച്ചോ, ഇഷ്ടം പോലെ ചരിത്രങ്ങൾ എല്ലാ തലത്തിലും ഇരുന്ന് പഠിച്ചൊരച്ഛൻ ഈ പറയണേ. പൗരോഹിത്യ ജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും യുവത്വത്തിന്റെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും ഇരുന്ന് പഠിച്ച അനുഭവത്തിൽ നിന്ന് പറയാം, ദൈവകാരുണ്യത്തിന്റെ സമൃദ്ധിയാകുന്ന കൂദാശകളിലൂടെ അല്ലാതെ നമ്മൾ ആരും വളരത്തില്ല. ഈശോ പറഞ്ഞില്ലേ, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം സമർത്ഥമായിട്ട് ഒഴുക്കപ്പെടുന്ന ഈ പുണ്യദിനങ്ങളിൽ ആ കാരുണ്യയുടെ നിലവിളി നിങ്ങൾ കേൾക്ക്, നമുക്ക് കേൾക്കാം. ആ കരുണയിലേക്ക് നമുക്ക് തിരിയാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകത്തിന് വേണ്ടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് 19-20 വാക്യത്തിൽ പറയാണ്, ശിൽഹമാരുടെ കർത്താവ് പറയാം, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനപ്പെടുത്ത്. കൂദാശകളിലൂടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദിസ സ്വീകരിച്ച വ്യക്തി, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പാപമോചനം നേടിയവരെ നമ്മളൊക്കെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദാമ്പത്യം ജീവിതം ആരംഭിച്ചു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ പുരോഹിതനായി. ഈ പിതാവായ പുത്രനായ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നിസ്സാരക്കാരല്ല, ശക്തരാണ്. ഈ ശക്തിയാണ് കൂദാശകളിലൂടെ ദൈവം കരുണയായിട്ട് നമ്മിലേക്കൊക്കെ ഒഴുക്കുന്നത്. ആ കരുണ സ്വന്തമാക്കി എടുക്കാനായിട്ട് നമുക്കായാൽ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ എളിമയോടുകൂടി സമർപ്പിക്കാം. യാക്കോബ് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവ് യാക്കോബിനെ അനുഗ്രഹിച്ചു. മക്കളെ, ഉള്ളതുപോലെ ഏറ്റു പറഞ്ഞ് അവൻ്റെ ജീവിതത്തെ എല്ലാം സമർപ്പിച്ചപ്പോൾ കർത്താവ് അവനെ അനുഗ്രഹിച്ചു. കർത്താവായ ദൈവമേ, അങ്ങേ സന്നിധിയിലായിരിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ അങ്ങ് സ്നേഹത്തോടെ അങ്ങയിലേക്കാണല്ലോ മാടി വിളിക്കുക. ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന അങ്ങയുടെ കാരുണ്യം, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് രക്തം ചിന്തുന്ന അങ്ങയുടെ കാരുണ്യം, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ആ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മരിക്കുന്ന കാരുണ്യം, ആ കരുണയിലേക്ക് തിരിഞ്ഞ് കരുണ സ്വന്തമാക്കി എടുക്കാനുള്ള വലിയ കൃപയും ജ്ഞാനവും നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയോട് ചേർന്ന് നിന്ന് തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് അങ്ങ് ഞങ്ങൾക്ക് വളരുവാൻ നൽകുന്ന സ്വർഗീയമായ കൂദാശകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ.